الحمد لله حمدا كثيرا طيبا مباركا فيه غافر الذنب وقابل التوب شديد العقاب ذي الطول وصلى الله على نبينا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാനിന്റെ പരിഭാവനമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപങ്ങൾ കഴുകിക്കളയാനും ഏറ്റവും നല്ല രൂപത്തിൽ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിലെത്താനും ഏറ്റവും നല്ല രൂപത്തിൽ പടച്ചവന്റെ അനുഗ്രഹത്തെ സ്വീകരിക്കാനും പറ്റുന്ന രാത്രികളിലൂടെയും പകലുകളിലൂടെയുമാണ് നമ്മുടെ ഒരു മാസത്തെ ഈ ഒരു വഴിദൂരം നമുക്ക് താണ്ടാനുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങളാണെങ്കിൽ കൂടി ചെറിയ ചെറിയ തെറ്റുകൾ ജീവിതത്തിൽ വന്നു പോകുമ്പോൾ തീർച്ചയായും അത് പൊറുക്കപ്പെടാനുള്ള മാർഗമായിക്കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലും പരാമർശിക്കപ്പെട്ട ഒരു വലിയ ഇബാദത്താണ് റമദാൻ മാസത്തിലെ നോമ്പ് എന്നുള്ളത്. എല്ലാ നോമ്പിനും കൂലിയുണ്ടെങ്കിലും റമദാൻ മാസത്തിന് അതിന്റെ പ്രത്യേകതയുണ്ട്. ഈ റമദാൻ കഴിഞ്ഞുകൂടുന്നു പോകുമ്പോഴും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവനാണ് ഏറ്റവും വലിയ നഷ്ടക്കാരൻ എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് പടച്ചവനിലേക്ക് കൂടുതൽ അടുക്കാൻ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഏറ്റവും നല്ല നിഷ്കളങ്കമായ ആത്മാർത്ഥമായ തൗബ ചെയ്ത് നിങ്ങൾ പടച്ചവനിലേക്ക് നിങ്ങൾ മടങ്ങൂ എന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനം അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് പിന്നീട് അസാ റബ്ബുക്കും അയ്യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് നിങ്ങൾ പാപമോചനം തേടി പടച്ചവനിലേക്ക് തിരിച്ചു ചെന്നാൽ തീർച്ചയായും നിങ്ങളെ കാത്തു നിൽക്കുന്നത് പാപങ്ങൾ പൊറുക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു തൗഫീഖാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സുന്നത്തായി നിർണയിച്ചു തന്നിട്ടുള്ള സഹറിന്റെ അത്താഴത്തിന്റെ സമയത്ത് എഴുന്നേറ്റ് നിന്ന് അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്. ഇസ്തിഗ്ഫാറിന്റെ മഹത്വം വലിയ മഹത്വമാണ്. പടച്ച റബ്ബിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഏറ്റവും നല്ല രൂപത്തിൽ ജനിക്കപ്പെടുന്ന കുട്ടികൾക്ക് വരുന്ന പോരായ്മകൾ കാരണത്താൽ അവരുടെ പാപങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ കൂടി വരുമ്പോൾ അതിനെ പുറത്തു തരാൻ വേണ്ടി പടച്ചവനിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുമ്മ ഗഫിർലി. അല്ലാഹുവേ, എനിക്ക് നീ പുറത്തുകൊണ്ട, എന്റെ പാപങ്ങൾ നീ പുറത്തുകൊണ്ട റബ്ബേ എന്ന് പറഞ്ഞ് പടച്ചവനിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ അല്ലാഹുവിന് ഏറ്റവും വലിയ സന്തോഷമുണ്ടാകുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ മാസത്തിന്റെ ഓരോ രാത്രിയും ഇസ്തിഗ്ഫാറുകൾ ഉയരട്ടെ, ഓരോ പകലുകളും ഇസ്തിഗ്ഫാറുകൾ ഉയരട്ടെ, ഓരോ സമയവും ഇസ്തിഗ്ഫാറിന്റെ സമയങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.